മലങ്കര സഭ ആർക്കും ഏത് വിധത്തിലും കൊട്ടാവുന്ന ചെണ്ടയാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അബിൻ വർക്കിയും ശ്രീ ചാണ്ടിയുമ്മനുമൊക്കെ ഞങ്ങളുടെ യുവതയാണ്. അവരാരും മതം വെച്ച് കളിക്കാറില്ല. നമസ്കാരം. ഇവിടെ പരിശുദ്ധ പിതാവ് പറഞ്ഞത് വളരെ വ്യക്തമാണ്. മലങ്കര സഭ ആർക്കും ഏത് വിധത്തിലും കൊട്ടാവുന്ന ചെണ്ടയാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അബിൻ വർക്കിയും ചാണ്ടിയുമ്മനുമൊക്കെ ഞങ്ങളുടെ യുവതയാണ്. ഇതാണ് പിതാവ് പറഞ്ഞത്. സുഹൃത്തുക്കളെ, അവിടെ നിന്നാണ് കേരളത്തിലെ യഥാർത്ഥ രാഷ്ട്രീയ മതബന്ധത്തിന്റെ കഥ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ പല പ്രാർത്ഥനാ മണ്ഡപങ്ങൾ പോലും രാഷ്ട്രീയ വേദികളായി മാറിയിരിക്കുന്നു. മതം പോലും രാഷ്ട്രീയത്തിന്റെ കണക്കൂട്ടലിൽ പെടുന്ന കാലമായി ഇത് മാറി. ഒരു കാലത്ത് വിശ്വാസത്തിന്റെ അഭയകേന്ദ്രമായിരുന്ന സഭകൾ ഇന്ന് പാർട്ടിയുടെ ചുവപ്പും കുങ്കുമവും തട്ടുന്ന വാതിലുകളായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, കുറെ കാലം മുമ്പ് AKANന്റെ ഭാര്യ എലിസബത്ത് ആന്റണി ഒരു ചർച്ചിൽ BJPക്ക് അനുകൂലമായി സാക്ഷ്യം പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടാവും. അത് വ്യക്തിപരമായ ഒരു അഭിപ്രായ പ്രകടനമായിരുന്നില്ല. സഭയിലേക്കും രാഷ്ട്രീയത്തിന്റെ കാറ്റ് വീശി അടിക്കുന്നുവെന്ന് തെളിയിക്കുന്ന ഒരു പ്രതീകമായിരുന്നു ആ സാക്ഷ്യം. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് പഴയതുപോലെ അമ്പരപ്പൊന്നുമില്ല. കാരണം അതിപ്പോൾ ന്യൂ നോർമലായി മാറിയിരിക്കുന്നു എന്നതാണ് സത്യം. ചർച്ചിലെ ഇത്തരം ചർച്ചകൾ സഭാ സമൂഹത്തിനും നമ്മുടെ നാടിനും നല്ലതാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. എനിക്കുമുണ്ട് ഒരു വ്യക്തമായ അഭിപ്രായം. അത് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് ഈ വീഡിയോയിൽ പങ്കുവെക്കാം. ചിലർ ചിന്തിക്കും ഇതെല്ലാം സൗഹൃദമായിരിക്കാമെന്ന്, അല്ലെങ്കിൽ മതരാഷ്ട്രീയ സൗഹൃദമാണ് എന്നൊക്കെ. പക്ഷെ നമുക്ക് ഇവിടെ ഒന്ന് തുറന്നു ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, ഇതൊരു സൗഹൃദമല്ല, ഇതൊരു രാഷ്ട്രീയ കണക്ക് കൂട്ടലുകളാണ്. നമുക്ക് ഓർമ്മയുണ്ടാവും, തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ പെന്തിക്കോസ്ത് സഭയിലെ ചില പാസ്റ്റർമാർ തുറന്നു പറഞ്ഞു സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണം, അത് ദൈവത്തിന്റെ പദ്ധതിയാണ് പോലും. അവർ വേദികളിൽ നിന്ന് പ്രസംഗിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ആ പ്രാർത്ഥനയുടെ പിന്നിൽ ദൈവമാണോ പാർട്ടിയാണോ, അതോ അത് രണ്ടുമല്ല പണമാണോ? അതാണ് വിശ്വാസികൾ ഇന്ന് ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം. അതിനുശേഷം ഏറ്റവും കൂടുതൽ വിവാദമായ മറ്റൊരു പ്രസ്താവനയാണ് മാർ ജോസഫ് പ്ലാപ്ലാനി പിതാവ് നടത്തിയത്. അതായത്, റബ്ബർ വില കൂട്ടിയാൽ BJPക്ക് ഒരു MBA നൽകാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. എന്നാൽ അത് വെറും ഒരു പ്രസ്താവനയായിരുന്നില്ല. സഭയുടെ വാതിലിലൂടെ രാഷ്ട്രീയത്തിന് കയറാനുള്ള തുറന്ന ഒരു ക്ഷണമായിരുന്നു അത്. അതുപോലെ തന്നെ മറ്റൊരു പ്രസ്താവനയായിരുന്നു ബഹുമാനപ്പെട്ട പാലാ ബിഷപ്പിന്റെ പ്രസ്താവന. അത് മറ്റൊന്നുമായിരുന്നില്ല, നാർക്കോട്ടിക് ജിഹാദ്. ആ വാക്കുകൾ ഉടനെ BJPയുടെ പ്രചാരണ മുദ്രാവാക്യമായി മാറി. മതത്തെ വേർതിരിക്കാൻ ഉപയോഗിച്ച ആ വാക്കുകൾ ഇന്നും പലരുടെയും മനസ്സിൽ വിഷമായി പടരുകയാണ്. പക്ഷെ നമ്മൾ മറക്കരുത്, സഭയുടെ യഥാർത്ഥ ദൗത്യം ജനങ്ങളെ വേർതിരിക്കുന്നതല്ല, അവരെ ചേർക്കുന്നതാണ്. വിശ്വാസം മതിലുകൾ പണിയാനുള്ളതല്ല, ഹൃദയങ്ങൾ ബന്ധിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ, വെട്ടിപ്പിടിക്കാനല്ല സഭ, മറിച്ച് കെട്ടിപ്പിടിക്കാനുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ ചില സമുദായങ്ങൾ, സഭകൾ, ചില ചർച്ചുകൾ, ഇവരൊക്കെ ചില പ്രത്യേക പ്രസ്താവനകൾ, അതിലൂടെ ചില സംഖ്യകൾ, ആ ആഴത്തിലുള്ള ദൗത്യത്തോടെയാണ് അവർ വഞ്ചനയ്ക്ക് മുതിരുന്നത്. വിശ്വാസം വോട്ടിന്റെ പണയമായി മാറുമ്പോൾ അത് ദൈവത്തോടുള്ള ദ്രോഹമായി മാറുന്നു എന്നവർ മനസ്സിലാക്കുന്നില്ല. അതിനാണ് നമ്മൾ പറയുന്നത്, ഇത് സൗഹൃദമല്ല, ഒരു പണയ കച്ചവടം മാത്രമാണ്. മതം രാഷ്ട്രീയത്തിന്റെ മാർക്കറ്റിൽ വിൽക്കപ്പെടുകയാണ്. അതാണിപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലും നടക്കുന്നത്. അതേസമയം നമ്മൾ മറക്കരുത്, രാജ്യത്തിന്റെ മറുവശത്ത് മറ്റൊരു യാഥാർത്ഥ്യം ഇപ്പോഴും നടക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, മണിപ്പൂരിൽ അവർ പള്ളികൾ കത്തിക്കുന്നത്, ക്രിസ്ത്യൻ വീടുകൾ പൊളിച്ചു കളയുന്നത്, ക്രിസ്ത്യാനികളെ, സ്ത്രീകളെ വലിച്ചഴിച്ച് നഗ്നനായി തെരുവിൽ കൊണ്ടുവന്ന് ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നത്, മറ്റിടങ്ങളിൽ പാസ്റ്റർമാരെ വെട്ടിക്കൊല്ലുന്നു, ദൈവനാമം ചൊല്ലി ജീവിക്കുന്നവരെ തന്നെ അവർ ശത്രുവാക്കി മാറ്റുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളായ ഒരാൾ പോലും മറക്കാനിടയില്ലാത്തൊരു സംഭവമാണ് ഛത്തീസ്ഗഡിൽ നടന്നത്. എന്തായിരുന്നു ഛത്തീസ്ഗഡിൽ സംഭവിച്ചത്? മലയാളികളായ 2 കന്യാസ്ത്രീകൾ വിശ്വാസത്തിന്റെ പേരിൽ മിഷൻ പ്രവർത്തനത്തിനിടയിൽ പോലീസിന്റെ പീഡനത്തിനിരയായി ജയിലിൽ അടയ്ക്കപ്പെടും.
അവരുടെ മനുഷ്യാവകാശം പോലും കാറ്റിൽ പറത്തിയാണ് അവരെ ജയിലിലടച്ചത്. ഇവയൊക്കെ വെറും ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമല്ല സുഹൃത്തുക്കളെ. ഇവയെല്ലാം BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലാണ് നടക്കുന്നത് എന്നാരും മറന്നുപോകരുത്. ഇത് മനസ്സിലാക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു. ഒരു വശത്ത് സഭാ നേതാക്കന്മാർ BJPയോട് കൈകൊടുക്കുമ്പോൾ മറുവശത്ത് സഭയുടെ മക്കൾ രക്തം ചൊരിയുകയാണെന്നുള്ള സത്യം സഭാ മക്കൾ ഇപ്പോഴും മറക്കുന്നുണ്ടോ എന്നതാണ് വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. വിശ്വാസം രാഷ്ട്രീയത്തിന്റെ അടിമയായാൽ മതത്തിന്റെ ആത്മാവ് തന്നെ നമുക്ക് നഷ്ടമാകും. അത് മതത്തിന്റെ തോൽവി മാത്രമായിരിക്കില്ല, മറിച്ച് അത് മനുഷ്യ സമൂഹത്തിന്റെ കൂടെ തോൽവിയായി മാറുമെന്ന സത്യം നമ്മൾ ഓർത്തിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതിനിടെയാണ് സഭയുടെ തണലിൽ പുതിയ ക്രിസ്ത്യൻ കൂട്ടായ്മകൾ രാഷ്ട്രീയമായി വളർന്നു തുടങ്ങിയത്. ഉദാഹരണത്തിന് ക്രിസംഖികൾ കൂടുന്ന ചില സംഘടനകൾ. പക്ഷെ അവിടെ ആത്മീയത ഒട്ടുമേയില്ല. അവിടെ പാർട്ടി ലാഭത്തിന്റെ ഗന്ധം മാത്രമാണുള്ളത്. ദൈവത്തിന് നാമം പറയുന്നവർ ഇപ്പോൾ പാർട്ടിയുടെ പേരിൽ അവിടെ വാദിക്കുകയാണ്. ഇതാണ് സുഹൃത്തുക്കളെ യഥാർത്ഥ അപകടം. നമ്മൾ ചർച്ചിലെ രാഷ്ട്രീയ ചർച്ചകളെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പ്രത്യേകിച്ച് കേരളത്തിലെ സഭകൾ വെറും ആരാധനാലയങ്ങൾ മാത്രമായിരുന്നില്ല. ഈ നാടിന്റെ വിദ്യാലയങ്ങളും ആശുപത്രികളും അനാഥാലയങ്ങളും എല്ലാം സഭയുടെ തണലിലാണ് പറഞ്ഞത്. പാവപ്പെട്ടവർക്ക് പഠിക്കാൻ അവസരവും രോഗികൾക്ക് പരിചരണവും നൽകിയും അനാഥരെ കൈപിടിച്ചുയർത്തിയതുമെല്ലാം സഭ തന്നെ ആയിരുന്നു. പക്ഷെ ഇന്ന് ആ പാരമ്പര്യത്തിന്റെ കിരീടം മങ്ങിയിരിക്കുകയാണ്. വിശ്വാസത്തിന്റെ ശബ്ദം അടുത്തപ്പോൾ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ് പള്ളികളുടെ വാതിലുകളിൽ ഇപ്പോൾ മുഴങ്ങുന്നത്. അത് സഭയുടെ ദൗത്യമല്ല. സഭയുടെ ദൗത്യം മനുഷ്യന്റെ ആത്മാവിന്റെ കാക്കലാണ്. രാഷ്ട്രീയത്തിന്റെ ചങ്ങലയിൽപ്പെട്ട് ആ ആത്മാവ് നശിക്കാൻ സഭ ഒരിക്കലും അനുവദിക്കരുത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് ഇന്ത്യ മൊത്തം ഈ വലിയ മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. സമുദായത്തെയും മതത്തെയും രാഷ്ട്രീയ ചട്ടുകമാക്കുന്ന നശീകരണത്തിന്റെ ഒരു പ്രത്യേക മാതൃക. ഇത് നമ്മൾ മലയാളികളെങ്കിലും മനസ്സിലാക്കിയേ മതിയാവും. അതായത് ഇതുവരെ നാം കണ്ടിട്ടില്ലാത്ത അപകടകരമായ ഒരു കാലമാണിത്. വിശ്വാസം രാഷ്ട്രീയത്തിന്റെ ഉപകരണമായി മാറുന്ന കാലം. ദൈവത്തിന്റെ നാമം പോലും പാർട്ടി പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന കാലം. ഇതൊരിക്കലും സഭയ്ക്ക് നിശബ്ദമായി കാണാനാവില്ല. സഭ വിശ്വാസത്തെ കാക്കാനുള്ളതാണ്. രാഷ്ട്രീയം അതിനെ ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിൽ തർക്കിക്കാതെ മനുഷ്യൻ നന്മയ്ക്കായി ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട ഒന്നാണ്. പക്ഷെ അത് സത്യത്തിനും നീതിക്കുമായിരിക്കണം. വോട്ടിലോ അധികാരത്തിനോ ഒരിക്കലും ആവരുത്. എന്റെ നിലപാട് ഇവിടെ വളരെ വ്യക്തമാണ്. സഭ തങ്ങളുടെ ആത്മീയ നിലപാടുകളിൽ ഉറച്ചു തന്നെ നിൽക്കണം. എന്നാൽ അതിനോടൊപ്പം സഭയുടെ മക്കൾക്കും രാഷ്ട്രീയത്തിലും ഭരണത്തിലും പ്രാതിനിധ്യം ഉണ്ടാകണം. സഭയുടെ ശബ്ദം ഭരണകൂടം കേൾക്കുകയും വേണം. പക്ഷേ സഭയുടെ നിലപാട് ഒരിക്കലും പാർട്ടി നിറം കെട്ടിപ്പൊക്കുന്നതാവരുത്. സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും സമൂഹങ്ങളെയും സഭയെയും ബഹുമാനിക്കണം. അതൊരു കോളേജിലെ അഡ്മിഷൻ പോലെ ന്യായമായ രീതിയിൽ തന്നെ വേണം. കഴിവുള്ളവർക്ക് അവസരം പ്രത്യേകിച്ച് കൊടുക്കണം. അതുപോലെ പ്രാതിനിധ്യം ഉറപ്പാക്കുകയും വേണം. ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ ഒരു മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ 60-65% അവസരങ്ങൾ കഴിവുള്ളവർക്ക് തന്നെ നൽകണം. മറ്റുള്ള 35-40% സഭാ സമൂഹത്തിൽ നിന്നുള്ള പ്രതിനിധികൾക്കാവണം. അതായത് സഭയുടെ ശബ്ദം, സഭയുടെ നിലപാട് എന്നിവ പ്രതിഫലിപ്പിക്കുന്നവർക്ക്. ഒരു കാര്യത്തിൽ നമുക്ക് വ്യക്തമായ നിലപാട് വേണം. അതായത് ഒരു വ്യക്തിക്ക് കഴിവുണ്ടെങ്കിൽ അവൻ ഏത് മതത്തിൽപ്പെട്ടവനായാലും അവന്റെ വഴി ഒരിക്കലും അടയ്ക്കുവാൻ പാടില്ല. അതേസമയം തന്നെ ഒരാൾക്ക് കഴിവുമില്ല, ജനപിന്തുണയുമില്ല, എന്നാലും അദ്ദേഹം ഒരു മതത്തിന്റെ അംഗമായതുകൊണ്ട് മാത്രം സ്ഥാനം നൽകുന്ന വലിയ പദ്ധതികൾ നിർത്തലാക്കിയേ മതിയാവും. അത് സഭയോടുള്ള ദ്രോഹമാണ്. അത് സമൂഹത്തിനോടുള്ള അന്യായമാണ്. കഴിവുള്ളവനും ജനപിന്തുണയുള്ള സഭാപ്രതിനിധികൾക്ക് മാത്രമാവണം തീർച്ചയായും സഭയുടെ പ്രാതിനിധ്യം നൽകുവാനും സഭ ആ വ്യക്തിയെ അംഗീകരിക്കുവാനും. വലിയ ഉയർന്ന രാഷ്ട്രീയ ചിന്തകളുള്ള നമ്മുടെ കൊച്ചു കേരളത്തിന്റെ കാര്യങ്ങൾ നോക്കിയാൽ നിലപാടുകളും രാഷ്ട്രീയ ചിന്തകളും നിന്നണിപ്പിൽ മാറുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഉദാഹരണമായി പറഞ്ഞാൽ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറയുന്ന പാർട്ടിക്കാർ വരെ 4 വോട്ടിന് വേണ്ടി സമുദായത്തിനെയും മതത്തിനെയും ചാക്കിടുന്ന കാഴ്ചകളാണ് നമ്മൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ യുക്തിവാദത്തെയും നിരീശ്വരവാദത്തെയും മുറുക്കെ പിടിച്ചിരുന്ന പല പാർട്ടി നേതാക്കന്മാരും ഇന്ന് 4 വോട്ടിന് വേണ്ടി
വലിയ അയ്യപ്പ സംഗമങ്ങൾ നടത്തുന്നതും കേരളം ഇന്ന് നേരിൽ കാണുകയാണ്. അപ്പോഴാണ് വിവേകാനന്ദൻ പറഞ്ഞത് നമ്മൾ ഒന്നുകൂടെ ഉറക്കെ പറയേണ്ടത്. കേരളം ശരിക്കും ഇപ്പോൾ ഭ്രാന്താലയമായി തന്നെ മാറുകയാണ്. അത് ജാതി കോമരങ്ങളല്ല, രാഷ്ട്രീയ കുതന്ത്രങ്ങളുടെ, നിലപാടില്ലായ്മയുടെ ഭ്രാന്താലയമായി നമ്മുടെ കേരളം തികച്ചും ഇന്ന് മാറിയിരിക്കുന്നു. നമ്മളിവിടെ പറഞ്ഞു വന്നത് അബിൻ വർക്കിയുടെയും ചാണ്ടിയുമ്മന്റെയും കാര്യങ്ങളാണ്. അവർക്ക് രാഷ്ട്രീയ പാരമ്പര്യമുള്ള യുവജനങ്ങൾ തന്നെയാണ്. അവർക്ക് വ്യക്തമായ പ്രാതിനിധ്യം അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ നൽകും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരു മതത്തെയും സമൂഹത്തെയും തകർക്കാൻ അവകാശമില്ല എന്നതും നമ്മൾ മനസ്സിലാക്കണം. രാഷ്ട്രീയം സേവിക്കട്ടെ, മതം മനുഷ്യന്റെ ആത്മാവിനെ സംരക്ഷിക്കട്ടെ. സഭയുടെ ചർച്ചകൾ രാഷ്ട്രീയമാവരുത്. രാഷ്ട്രീയത്തിന്റെ കണക്കുകൾ ഒരിക്കലും വിശ്വാസമാകുകയുമരുത്. വിശ്വാസം വോട്ടിനേക്കാൾ വലുതാണ്. മതം പാർട്ടിയേക്കാൾ ഉയർന്നതുമാണ്. കാരണം മനുഷ്യന്റെ ആത്മാവാണ് യഥാർത്ഥ രാജ്യം. ആ രാജ്യം ആർക്കും കീഴടക്കാൻ കഴിയുമില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ഈ വീഡിയോ ഒരിക്കലും ചർച്ചുകളെയോ സമുദായങ്ങളെയോ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല. മറിച്ച് ചർച്ചുകൾക്കും സമുദായങ്ങൾക്കും മാനവരാശിയോടുള്ള വലിയ കർത്തവ്യങ്ങൾ മറക്കരുത് എന്ന് ഉദ്ബോധിപ്പിക്കുവാൻ കൈകൂപ്പിയുള്ള ഒരു അഭ്യർത്ഥന മാത്രമായി കാണണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കട്ടെ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് നൽകണമേ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. കാരണം ഈ പ്രത്യേക വിഷയത്തിൽ അവരുടെ അഭിപ്രായങ്ങളും നമുക്ക് സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ഓരോ കമന്റുകളും ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യും, ഞങ്ങൾ നിരീക്ഷിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ കമന്റുകൾക്കും വ്യക്തമായ മറുപടിയും ഞങ്ങൾ നൽകും എന്നിവിടെ ഉറപ്പ് നൽകട്ടെ. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ വലിയ പോരാട്ടത്തിൽ നിങ്ങളും ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.